വഞ്ചിപ്പാട്ട് മത്സരം നടക്കുന്ന വേദിയിൽ നിന്നും വിപിൻ സി വിജയൻ നമുക്കിപ്പം ചെയ്യുന്നുണ്ട്. അവിടെ മന്ത്രി കെ രാജൻ കൂടിയുണ്ട്. അവർക്ക് രണ്ടുപേർക്കും പറയാൻ ചില വിശേഷങ്ങളുണ്ട്, ചില പ്രത്യേക വിശേഷങ്ങളാണത്. വയനാട്ടിൽ നിന്ന് വന്നൊരു സംഘത്തെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അവർക്കുണ്ട് പറയാൻ, നമുക്കെല്ലാം അറിയാവുന്ന ഒരു സംഘം കൂടിയാണ്. വിപിൻ, വഞ്ചിപ്പാട്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ വയനാട് ജില്ലയിൽ നിന്നും എത്തിയ വെള്ളാർമല സ്കൂൾ ടീം, ആ പേരിൽ തന്നെ അറിയാം, ഒരുപക്ഷെ മലയാളികൾക്കെല്ലാം അറിയുന്ന കാര്യമാണ്. അവിടുത്തെ ഉരുൾപൊട്ടലും അതുമായി ബന്ധപ്പെട്ട ആ സ്കൂളിൽ നിന്ന് സംഭവിച്ച നാശവും അവിടുത്തെ കുട്ടികളുടെ സങ്കടവും ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്താണ് ഇപ്പോൾ വഞ്ചിപ്പാട്ട് സംഘത്തിന് പറയാനുള്ളത്? ഒപ്പം മന്ത്രിക്കും വൃന്ദവാദ്യം നടക്കുന്ന വേദിയിൽ വെച്ച് മാഷെ ചെമ്മനെയൊക്കെ കണ്ടു. പ്രജിൻ, അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനമാണ് വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ കാഴ്ചവെച്ചത്. അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ നിറവിൽ തന്നെയാണ് ഈ സ്കൂളുള്ളത്. ഇപ്പോൾ മന്ത്രി കെ രാജൻ ഇവിടെ എത്തുകയും അവർക്ക് ഓറഞ്ച് നൽകി ആ ഒരു സമ്മാനം, ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. മന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം. അതിജീവനഗാനം തീർന്നിട്ടില്ല. ആ അതിജീവനഗാനത്തിൻ്റെ തേരിലേറി ഇവർ പോവുകയാണ്. വഞ്ചിപ്പാട്ടിനാണ് ഇവർ വന്നതെങ്കിലും വെള്ളാർമലയുടെ അതിജീവനത്തിൻ്റെ പാട്ട് അവർ ഒരുമിച്ചൊന്ന് നിന്ന് പാടുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്കൊന്ന് പാടിക്കൂടെ? ഒരുമിച്ച് പാടിക്കൂടെ? ഓക്കെ, അപ്പോൾ ഇവർ പാടും. അപ്പോൾ ഞങ്ങള് ഉണ്ണിമാഷ് പറയും. ഇത് കേരളത്തിന്റെ മന്ത്രിയാണെങ്കിലും സാർ ഞങ്ങളുടെ ചൂരൽമലക്കാരനാണ്. കാരണം സാറിനെ നിരന്തരം കണ്ടു കേട്ട് ഇപ്പൊ ഞങ്ങളിൽ ഒരാളാണ്, ചൂരൽമലക്കാരനാണ് സാർ. പാടാം മക്കളെ. വെള്ളരി മലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കൂടമുണ്ടേ. വെള്ളരി മലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കൂടമുണ്ടേ. കോടമഞ്ഞിൽ അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിൽക്കുന്നേ, നാടിനുയിരായ അറിവിൻ മധുരം പകർന്നു നൽകാനായി. ഈ നാടിനുയിരായ അറിവിൻ മധുരം പകർന്നു നൽകാനായി വെള്ളരി മലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. തളിരുകൾ നുള്ളും തൊഴിലാളികളുടെ വിയർപ്പു തുള്ളികളാൽ പടുത്തുയർത്തി ചൂരൽ മലയിൽ ഒരക്ഷര കൂടാരം. തളിരുകൾ നുള്ളും തൊഴിലാളികളുടെ വിയർപ്പു തുള്ളികളാൽ പടുത്തുയർത്തി ചൂരൽ മലയിൽ ഒരക്ഷര കൂടാരം. പടിപടിയായി ഉദിച്ചുയർന്നി അക്ഷര നക്ഷത്രം, നൂറുമേനി നിറവായി നാടിനു വെളിച്ചമേകുന്നു, പൊൻതിളക്കമേകുന്നു. വെള്ളരി മലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. ഹരിത മനോഹര തീരത്തങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ അഭിമാനത്താൽ ഞങ്ങൾ പാടും നിന്നുടെ ചരിതങ്ങൾ. ഹരിത മനോഹര തീരത്തങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ അഭിമാനത്താൽ ഞങ്ങൾ പാടും നിന്നുടെ ചരിതങ്ങൾ. ആ ഗാനത്തിനു ശ്രുതിമീട്ടും നീ പുഴയിലെ ഓങ്ങൾ, ആ നാദത്തിനു കൊട്ടുന്നു വയനാടൻ മക്കൾ, വയനാടൻ മക്കൾ. വെള്ളരി മലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. വെള്ളരി മലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. ഇന്ന് പോവാ യെസ്, നമ്മൾ കണ്ടു ആ വെള്ളാർമല സ്കൂളിലെ അധ്യാപകൻ ഉണ്ണിമാഷിന്റെ കുട്ടികളും. മുൻപ് ആ ഉരുൾപൊട്ടലുണ്ടാകുന്ന സമയത്ത് അവരുടെ സങ്കടം, അവരുടെ കരച്ചിൽ കണ്ട് നമ്മുടെ നെഞ്ചു പൊട്ടിയതാണ്. ഇപ്പോൾ ആ ദുഃഖമെല്ലാം മറക്കാൻ അവർ സ്വയം മറന്ന് പാടുകയാണ്. അപ്പോഴും അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരുന്നത് കണ്ടു. അത്രയും വിഷമമുണ്ട്. ആ വിഷമമൊക്കെ അടക്കിപ്പിടിച്ച്, ഒരുപക്ഷെ ഈ കലാരൂപങ്ങൾക്കുള്ളൊരു പ്രത്യേകതയാണ്, നമ്മുടെ സങ്കടങ്ങൾ മറക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പാട്ടും നൃത്തവും നമ്മുടെ കവിതയും ഒക്കെ തന്നെ. അതൊക്കെ പാടി ആ ദുഃഖം മറക്കാൻ അവർ ശ്രമിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.